AI ക്യാമറ വിവാദത്തിൽ ഉൾപ്പെട്ട പ്രസാഡിയോ കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് ഇടപാട്. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവ് പ്രകാശ് ബാബുവിന്റെ ഇടപാടുകളാണ് പുറത്തുവന്നത്. 2020 മുതൽ പ്രസാഡിയോയിൽ പ്രകാശ് ബാബു ഇടപാടുകൾ നടത്തി. ഇതിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. അതിനിടെ AI ക്യാമറ വിവാദത്തിൽ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പദ്ധതിയിൽ കൊള്ള നടത്തിയത് മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. വീടിനകത്തേക്ക് ആരോപണം ചെന്നെത്തി നിന്നിട്ടും മുഖ്യമന്ത്രി അത് നിഷേധിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ അവസാന അവസരം നൽകുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ 2ാം വാർഷികത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ പ്രധാന വിഷയം അഴിമതി ക്യാമറയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഈ 232 കോടി രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിൽ തന്നെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കെൽട്രോണും സ്രിക്കും തമ്മിൽ ഈ ഒക്ടോബർ 2020 ഒക്ടോബറിൽ നടത്തിയ എഗ്രിമെൻറ്റിൽ ഈ ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ വയലേഷൻ നടന്നിരിക്കുന്നു. എന്നിട്ട് വേറൊരു കൺസോർഷ്യം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യ അവസാനം നടന്നിരിക്കുന്ന ഗൂഢാലോചനയും നിയമലംഘനവും ടെൻഡർ ഡോക്യുമെൻറ്റും എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതും ഇതെല്ലാം കൊള്ള നടത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. ഓരോ കാര്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ആരോപണ വിധേയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് ആരോപണ വിധേയൻ. വേറെ ആരെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്കുള്ള ഉത്തരവാദിത്തത്തിനേക്കാൾ കൂടുതൽ വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല. ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് ഈ ആരോപണങ്ങൾക്ക് ബന്ധുവിന് പോലും ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് തുടങ്ങിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസാനത്തെ അവസരമാണ് ഞങ്ങൾ നൽകുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണ്, ഈ ആരോപണം നിഷേധിക്കുന്നു എന്നുള്ളൊരു വാക്കെങ്കിലും പറയും. ഇവിടെ അതിനുപോലുള്ള ധൈര്യമില്ല. പുറത്ത് വിടാത്തതാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്നും പുതിയതായിട്ട് കൊണ്ടുവന്നത്. ഇനിയുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് വന്നത്. അതിൻ്റെ മറുപടി പറയട്ടെ. മറുപടി പറയുമ്പോൾ അത് നിഷേധിക്കുകയോ അത് തെറ്റാണെന്ന് പറയുകയോ ചെയ്താൽ ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി ഞങ്ങൾ കൊണ്ടുവരാം. അവരോട് വിഷയമാണ് ചോദിച്ചത്. വിഷയത്തിന് മറുപടി പറയാൻ പറ്റാത്തപ്പോൾ ഞങ്ങൾ തമ്മിൽ മത്സരിച്ചാണ് ചെയ്യുന്നത്. അവർ കൂടി ആലോചിച്ച് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതൊരു ടീം വർക്ക് കാണുമ്പോൾ ഉള്ള ഒരു അസൂയയോ പരിഹാസമോ വിഷമോ ഒക്കെ കൊണ്ട് പറയുന്നതാണ്. സാറേ, വിനേഷ് കുമാറും വി അരുണും ചേരുന്നുണ്ട്. വിനേഷ്, എന്താണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, എന്താണ് ഈ ബന്ധുവിനുള്ള പങ്ക്? വിനേഷിലേക്ക് തിരിച്ചെത്താം. വി അരുൺ ചേരുന്നു. അരുൺ, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നു. എങ്ങനെയാണ് പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നത്? മുഖ്യമന്ത്രി നേരിട്ട് ആക്രമിച്ചാണ് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയണം. കാരണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവിടുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഭരണാധികാരികൾക്കെതിരെ ഇത്തരം ആരോപണം വന്നാൽ അത് നിഷേധിക്കാനെങ്കിലും അവർ തയ്യാറാകാറുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഇതുവരെയും ആരോപണങ്ങൾ നിഷേധിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് അതിനുള്ള ധൈര്യം പോലും കാട്ടുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാതിൽക്കൽ വരെ എത്തി നിൽക്കുന്നു ആരോപണങ്ങൾ താൻ പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ ഈ ആരോപണങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയെങ്കിലും മുഖ്യമന്ത്രി മൗനം വെടിയണം. മുഖ്യമന്ത്രിക്ക് അവസാന അവസരമാണ് മറുപടി നൽകാൻ. ഒരു ആരോപണ വിധേയന് മറുപടി നൽകാൻ അവസരം നൽകുക എന്നുള്ള സ്വാഭാവിക നീതിയാണ്. അത് തങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. മുഖ്യമന്ത്രി ഇനിയും മറുപടി പറഞ്ഞില്ലെങ്കിൽ അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. മെയ് 20 പ്രതിപക്ഷം ആഹ്വാനം നൽകിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് വളയലിന്റെ പ്രധാന മുദ്രാവാക്യമായി AI ക്യാമറ അഴിമതി മാറുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൊള്ളയാണ്, അതിന്റെ കാർമ്മിക മുഖ്യമന്ത്രിയാണ് എന്നാണ് പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചില പുതിയ തെളിവുകൾ കൂടി പുറത്തുവിട്ടു. അതായത് ഈ കരാറിന്റെ അടിസ്ഥാനം തന്നെ ഇതിൽ ഉപകരാറുകൾ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ലംഘിച്ചുകൊണ്ട് 2 തവണ ആദ്യം അൽ ഹിന്ദിനും പ്രസിഡിയയ്ക്കും ഉപകരാർ നൽകി, പിന്നീട് ഹൈദരാബാദിലെ മറ്റൊരു കമ്പനിക്ക് മറ്റൊരു ഉപകരാർ നൽകി. ഇത്തരത്തിൽ ഉപകരാറുകൾ പാടില്ലെന്ന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് സർവത്ര ഗൂഢാലോചനയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് നടന്നത്. ഈ കൊള്ളയുടെ കാർമ്മികൻ മുഖ്യമന്ത്രിയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി ആണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ശരി, നന്ദി അരുൺ. വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവിനാണ് പങ്കുണ്ടെന്ന തെളിവുകൾ വരുന്നത്. എന്താണ് പ്രകാശ് ബാബുവിന് കേസുമായുള്ള ബന്ധം?
ധന്യ, മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവായ പ്രകാശ് ബാബുവിന്റെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രസാഡിയോ കമ്പനിയുടെ രേഖകളിലെല്ലാം തന്നെ ഇയാളുടെ ഇടപാടുകൾ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവസാനമായി ഇത് സംബന്ധിച്ചുകൊണ്ട് പ്രസാഡിയോ കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലാണ് ഇടപാടുകളിൽ പ്രകാശ് ബാബുവിന്റെ പങ്ക് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇതിൽ ഇടപാടുകളിൽ ഓരോ ഘട്ടങ്ങളിലും ഈ AI ക്യാമറ ഇടപാടുകളിൽ ഓരോ ഘട്ടങ്ങളിലും പ്രകാശ് ബാബു, മുഖ്യമന്ത്രിയുടെ ബന്ധുവായ പ്രകാശ് ബാബു ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ അൽഹിന്ദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൽഹിന്ദ് ഇനി ഇതിലേക്ക് കൊണ്ടുവരാനും നിക്ഷേപം അവരിൽ നിന്ന് ഒരു ഇത്ര ശതമാനം നിക്ഷേപം വാങ്ങിക്കുന്നതിനും വേണ്ടി പ്രസാഡിയോ നീക്കങ്ങൾ നടത്തിയപ്പോൾ അന്ന് അതിന് മുൻപന്തിയിൽ നിന്നത് പ്രകാശ് ബാബു ആണെന്ന് അൽഹിന്ദ് പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. അന്ന് ഇത് ട്രോയ്സ് എന്ന കമ്പനിക്ക് കൂടിയ വിലയ്ക്ക് ക്യാമറ വാങ്ങിക്കാൻ വേണ്ടി നീക്കം നടത്തിയപ്പോൾ അൽഹിന്ദ് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ രജിസ്ട്രാർക്ക് കമ്പനി തന്നെ നൽകിയ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിൽ ഓരോ ഘട്ടങ്ങളിലും ഇയാൾ ഇടപാടുകൾ നടത്തിയതിന്റെ ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു പട്ടിക ഉണ്ട്. ആ പട്ടികയിലും പ്രകാശ് ബാബുവിന്റെ പേരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, നന്ദി വിനേഷ്.